ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചുണർന്നൊരു ദിവസമല്ല. ഇതിപ്പോൾ എഴുന്നേറ്റ് പകുതിയോളം എത്തിയപ്പോൾ എടുത്ത ഒരു വീഡിയോ. അപ്പം രാവിലെ അച്ഛനും പൊന്നൂസിനും ഒക്കെ പോകണം. അമ്മ ദാണ്ട് അടുക്കളയിലുണ്ട്, ഞാനും ഉണ്ട്. അമ്മ ദാ മീൻ കറി വെക്കുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ചാള മീനില്ലേ, ചാള മത്തി എന്നൊക്കെ പറയും, ആ മീനായിരുന്നു. പിന്നെ പൊന്നൂസിന് വേണ്ടി മാത്രം ഒരു ഉരുളൻകിഴങ്ങ് അരിഞ്ഞ് അത് മെഴുക്ക് പുരട്ടി വെച്ചു. നേരെ നല്ലപോലെ വെളുത്തു കേട്ടോ. ഒരു 6-6:30 ആവാറായി. ഇതാണ് പൊന്നൂസ് പേരിട്ട പൂച്ച, വാലിപ്പൂച്ച. ഇതിൻ്റെ വാലെന്ന് വെച്ചാൽ നല്ല അണ്ണാരക്കണ്ണൻ്റെ കൂട്ടുള്ള വാല. അതിന് പൊന്നൂസ് വിളിക്കുന്നത് വാലിപ്പൂച്ച. എല്ലാം കണ്ടിട്ട് അകത്ത് വന്നപ്പോൾ കണ്ട ജാനിക്കുട്ടി ഉണർന്ന് അപ്പൂപ്പൻ്റെ അടുത്തിരിക്കുന്നു. അച്ഛനാണേ ജോലിക്ക് പോകാൻ റെഡിയായി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. പിന്നെ അച്ഛൻ ഫുഡൊക്കെ കഴിച്ച് കാക്കയ്ക്കൊക്കെ ഫുഡ് കൊടുത്ത് എന്നിട്ട് അച്ഛൻ പോകാൻ ഇറങ്ങി. അച്ഛൻ എന്നും രാവിലെ അച്ഛൻ കഴിക്കുന്നതിന് മുമ്പ് കാക്കയ്ക്ക് ഫുഡ് കൊടുക്കും. പോകുന്നതിന് മുമ്പ് വിളക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു തുട്ട് ഇങ്ങനെ ഇട്ട് നാണയം ഇട്ടിട്ട് പോയിട്ട് താക്കോലൊക്കെ എടുക്കുന്ന വണ്ടിയിൽ. അങ്ങനെ അച്ഛൻ താക്കോലൊക്കെ എടുത്ത് അത് നോക്കിക്കൊണ്ടിരിക്കും അമ്മാമ്മച്ചിയും മോളും. അമ്മയ്ക്ക് നടുവേദന ആയതുകൊണ്ട് ഈ തുണി ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. പിന്നെ പൊന്നൂസിനെ പോയി വിളിച്ചുണർത്തി. ഞാൻ മാത്രമല്ല, ജാനി വിളിച്ച്. പൊന്നൂസിനെ വിളിച്ചാലും പൊന്നൂസ് എഴുന്നേറ്റ് വരുമ്പോൾ ഇച്ചിരി സമയം കഴിയും. അങ്ങനെ പിന്നെ പൊന്നൂസിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ എന്നിട്ട് മുട്ട പൊരിക്കുക. അതും പൊന്നൂസിന് മുട്ട ബുൾസൈ ഇഷ്ടമാണ് കഴിക്കാൻ. പിന്നെ സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പോൾ ഇതിനകത്ത് ഉള്ളിയൊന്നും ഇടരുത്, കുരുമുളകും ഉപ്പും മാത്രം ഇട്ട് പൊരിക്കണം. അതുകൊണ്ട് പൊന്നൂസിനെ അങ്ങനെ മുട്ട പൊരിച്ച് ഞാൻ ഒഴിച്ചപ്പോഴത്തേനും ആ മുട്ട ഉണ്ടല്ലോ സൈഡിലോട്ടങ്ങ് പോയി. ഞാൻ പിന്നെ അത് നീക്കിയിടാനൊക്കെ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഞാൻ അതുപോലെ അതവിടെ വിട്ട് കഴിഞ്ഞിട്ട് ഇതേ പാനിൽ മുട്ട മാറ്റിയിട്ട് ഞാൻ ബ്രെഡ് ഒന്ന് ചൂടാക്കിയായിരുന്നു. പക്ഷേ ബ്രെഡ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേടായി പോവാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ബ്രെഡ് ചൂടാക്കി അതിനകത്ത് ഇത് നമ്മുടെ ജാം തേച്ച പൊന്നൂസിന് ഇന്ന് കൊടുത്ത്. അങ്ങനെ 2 ബ്രെഡാണ് എടുത്തത്. അങ്ങനെ അതെല്ലാം ആക്കി. അപ്പോഴത്തേന് പൊന്നൂസ് എഴുന്നേറ്റ് വന്ന് ജാനിയും ബ്രഷൊക്കെ ചെയ്ത് 2 പേർക്കും ദോശയും സാമ്പാറും കഴിക്കാൻ കൊടുത്ത്. പിന്നെ പൊന്നൂസിനെ ഒരുക്കി. ഇന്ന് ജാനിക്കുട്ടിയുണ്ട്, പൊന്നൂസിനെ കൊണ്ടാക്കാൻ പോകാൻ. അങ്ങനെ പൊന്നൂസിനെ കൊണ്ടാക്കാൻ പോവുക. സത്യം പറഞ്ഞത് ജാനിക്കുട്ടിയുടെ ഒരു ദിവസമെന്ന് തോന്നും. അങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തത്. അങ്ങനെ അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ പൊന്നൂസ് ഒരുപാട് കാര്യങ്ങൾ ജാനിക്കുട്ടിക്ക് പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് ഇന്നതാ ജാനിക്കുട്ടി അത് തെങ്ങിൽ എന്താ ഉണ്ടാകുന്ന തേങ്ങ, ആ തേങ്ങയ്ക്കകത്ത് വെള്ളം, ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ ഇന്ന് കണ്ടത്, എന്നും പീലിയുള്ള ആൺമയിലിനെ കാണുന്നത്, ഇന്ന് നമ്മൾ പെൺമയിലിനെ കണ്ട. ഞാൻ അടുത്ത് പോയപ്പോഴത്തേനും അത് പിന്നെയും നടന്നു പോയി. എനിക്ക് തോന്നുന്നു മറ്റേ മയിൽ എവിടെയോ ഇരുന്ന് കരയുന്നുണ്ട്, അതിനെ തിരക്കി വന്നതാണ്. അങ്ങനെ ഉണ്ട്, അത് നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ അതങ്ങ് പോയി. പിന്നെ അവിടെയൊക്കെ പോയി പൊന്നൂസിനെ നമുക്ക് വണ്ടി കാത്ത് നിൽക്കുക. ഇച്ചിരി ഇറക്കമുണ്ട്, ഇച്ചിരി നടന്ന് ചെല്ലണം. അങ്ങനെ റോഡിലൊക്കെ ചാണ്ട് നല്ലൊരു ഇറക്കമുണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി പോകേണ്ട ഒരു കുത്തനെ ഒരു ഇറക്കമാണ്. ഇറക്കമൊക്കെ കഴിഞ്ഞ് നേരെ ചെന്ന് നിന്നപ്പം പൊന്നൂസിന് ദാഹിക്കുന്നു പറഞ്ഞ് ഈ പോകുന്ന JCB ഒക്കെ നമുക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷേ ഈ പിള്ളേർക്കൊന്നും അതൊരു അത്ഭുതമല്ല. അന്നേരം മാമൻ ജോലിക്ക് പോകാൻ നിന്ന റോഡിൽ ബസ് കാത്ത്. അന്നേരം മാമനെ കണ്ട് ജാനിക്കുട്ടി മാമൻ്റെ അടുത്തിരുന്ന് പൊന്നൂസ് ദാഹിക്കുന്നു പറഞ്ഞു. പക്ഷെ പൊന്നൂസ് വെള്ളം എടുക്കാൻ മറന്നുപോയി. അപ്പോഴാണ് അമ്മ കൊച്ചച്ഛൻ്റെ കൈ വെള്ളം കൊടുത്തു വിട്ടു. അങ്ങനെ പൊന്നൂസിനെ കൊണ്ടാക്കിയിട്ട് ഞാനും ജാനിക്കുട്ടിയും വന്നിട്ട് ജാനിക്കുട്ടി നേരെ മേലെ മാമിയുടെ വീട്ടിൽ കയറി. ചേച്ചിയുടെ കുഞ്ഞുണ്ട്, രണ്ടുപേരും സെയിം ഏജാണ്. രണ്ടുപേരും കൂടി ഇരുന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇന്ന് കളിച്ച്. പിന്നെ അവിടുന്ന് പുട്ട് കടലയും കൊടുത്തിട്ട് കടല മാത്രം തിന്ന്, രണ്ടുപേരും കടല മാത്രം തിന്ന് പുട്ട് കഴിച്ചിട്ടില്ല. അവിടുന്ന് ജാനിക്കുട്ടിയും കൊണ്ട് എങ്ങനെയെങ്കിലും കളിയൊക്കെ നിർത്തി ഇറങ്ങി താഴെ വന്നപ്പോഴാണ് മാമനെ കണ്ട. അങ്ങനെ അവൾ മാമൻ്റെ അടുത്ത് പോയി. മാമൻ രാവിലെ ചോറ് കഴിക്കായിരുന്നു ചൂടോടെ. അങ്ങനെ മാമൻ്റെ കയ്യിൽ നിന്ന് പക്ഷേ അവൾ ആ ചോറ് വാങ്ങിച്ച് കഴിച്ച്. അപ്പോഴാണ് കുഞ്ഞമ്മ എനിക്ക് ചീനി പുഴുങ്ങിയത് തന്നെ. അപ്പം ഞാൻ അന്നേരം അത് വീഡിയോ പിടിച്ചില്ല, അന്നേരം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അത് കഴിച്ച് കുറച്ചായി. അങ്ങനെ ഞങ്ങളത് കഴിച്ച് നേരെ വീട്ടിലോട്ട് വന്ന് കുറേ നേരം ജാനിക്കുട്ടി ഞാനും കളിച്ച്. ഈ സമയം കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ജാനിക്കുട്ടിക്ക് 11:30 കൊടുക്കാനുള്ള കുറുക്കുണ്ടാക്കിയായിരുന്നു. ഇപ്പം തന്നെ ഒരു 10-10:30 സമയമായി. കാര്യം മാമൻ്റെ അവിടെ നിന്ന് വന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആയാണ് ഞാനിത്. എന്നും ജാനിക്കുട്ടി ഒരു 11:30 ആകുമ്പോൾ കുളിപ്പിച്ച് കൊണ്ടുവരും. കണ്ട് ജാനിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 11:30 കഴിഞ്ഞു. കുളിയൊക്കെ കഴിഞ്ഞ് കണ്ട് ജാനിക്കുട്ടിക്കുള്ള കുറുക്കിന് പാത്രമൊക്കെ എടുത്ത് വെച്ച്. ജാനിക്കുട്ടിക്ക് ഞാൻ ഹെൽത്ത് മിക്സാണ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കുറുക്ക് കണ്ട ഒരു 11:45 12:15 ഒക്കെ ആവും കഴിച്ച് തീരാൻ. എന്ന് വെച്ചാൽ കഥയും പറഞ്ഞ് അതിലേ പോകുന്ന കാക്കയെല്ലാം ഞാൻ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ഇരുത്തണം കഥയിൽ. അങ്ങനെയൊക്കെയാണ് ജാനിക്കുട്ടി കഴിക്കുന്നത്. വാതന്നൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് എന്നാലും കൊടുക്കാൻ കഴിക്കും. അങ്ങനെ അതെല്ലാം കൊടുത്ത് അടുത്തതിന് ജാനിക്കുട്ടി കുറുക്കെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഉറക്കും. ഉറങ്ങിക്കഴിയുമ്പം ഒന്ന് എൻ്റെ പണിയെല്ലാം അപ്പോഴാണ് നടക്കുന്നത്. അങ്ങനെ ഞാൻ കുറുക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ജാനിക്കുട്ടിയെ ഉറക്കാൻ കൊണ്ടുപോയി.
ഉറക്കിയെന്ന് വെച്ചാൽ പാല് കുടിച്ച് കിടന്ന് ഉറങ്ങിയ ജാനുക്കുട്ടി ചെയ്യുന്നത്. എൻ്റെ ടാറ്റയും ബായി ഗുഡ് നൈറ്റൊക്കെ കാണിച്ചിട്ട് പോയി. അതുകൊണ്ട് ജാനുക്കുട്ടി ഉറങ്ങിയ സമയം കൂടി അവൻ തുണി കഴുകിയിട്ട് വന്ന്. പിന്നെ അപ്പോഴത്തേനും ഒരു 2 മണിയായി. അപ്പം ജാനുക്കുട്ടി ഉണർന്ന് കഞ്ഞി കൊടുത്ത് പിന്നെ ജാനുക്കുട്ടിയോട് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെയും പൊന്നൂസിനെ വിളിക്കാൻ പോയി. അങ്ങനെ പൊന്നൂസൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ് പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പോകുന്നത്. അവർ രണ്ടും അതിനകത്ത് കളിച്ചെങ്കിലും ഇതിനകത്ത് വലിയൊരു അപകടമുണ്ട്. മഴ പെയ്ത് തെറ്റിക്കിടക്കുന്ന റോഡാണ്. ഈ ഒരു ഭാഗത്ത് മാത്രമേ സൈഡിൽ കൂടെ പോകൂ. ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞാൽ റോഡ് ഫുള്ള് വെള്ളമാണ്. സൈഡല്ലാതെ നടുക്കൂടെ എല്ലാം വെള്ളം പോവും. അങ്ങനെ ഈ വെള്ളത്തിലൊക്കെ കളിച്ച് എങ്ങനെങ്കിലും ഒരു വിധത്തിൽ രണ്ടുപേരെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ശരി, ബായ്. ഇനിയിപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബായ്, ടാറ്റ.